അതേസമയം ഈ ക്വാറിക്ക് പ്രവർത്തനാനുമതി ഉണ്ടെന്നും ഖനനം സംബന്ധിച്ച് ജിയോളജി വകുപ്പിനോട് വിശദമായ റിപ്പോർട്ട് തേടിയതായും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. രക്ഷാദൌത്യത്തിനായി കരുനാഗപ്പള്ളിയിൽ നിന്നും 30 ടൺ ശേഷിയുള്ള ക്രെയിൻ എത്തിക്കും. ആവശ്യമെങ്കിൽ ആലപ്പുഴയിൽ നിന്നും വലിയ ഹിറ്റാച്ചിയും കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026 ഫെബ്രുവരി മാസം വരെ ക്വാറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളെല്ലാം. ഇതൊരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയായിരിക്കും. അതെ തീർച്ചയായിട്ടും. കാര്യം നമുക്ക് പരാതികൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ? ക്വാറിക്കെതിരെയുള്ള പരാതികൾ ഈ ക്വാറിക്കെതിരെ ക്വാറി ഹിയറിംഗ് നടക്കുന്നു. വേറൊരു സമയത്ത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ ക്വാറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം ഈ ക്വാറിയിൽ നിന്നും വെള്ളം ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് വന്നത്. അതുകൊണ്ട് നടപടി ഉണ്ടായിട്ടില്ല. അത്തരം പരാതിയൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. കാര്യം അത് ജിയോളജിസ്റ്റിന്റെ അടുത്ത് ഇന്നിപ്പോ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവിലുള്ള കൃത്യമായിട്ടുള്ള പാറയാണ് പൊട്ടിച്ചിരിക്കുന്നത്. അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. മുകളിലേക്ക് കയറുകയാണ് മാനുവലായി. അരുൺ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സാർ, ഇപ്പോൾ 4 പേർ ഇറങ്ങി, അവർ 4 പേരും തിരികെ കയറി, പരമാവധി അവർ പാറക്കല്ലുകൾ മാറ്റി. ഇനി എന്താണ് ഒരു മാർഗം സാർ? അല്ല, അത് നമ്മൾ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ആദ്യം പറഞ്ഞത് നമുക്ക് ആ വണ്ടിയുടെ മുകളിൽ കിടക്കുന്ന ചെറിയ പാറക്കഷ്ണങ്ങൾ നമുക്ക് എടുത്തു മാറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരമാണ് ഫയർഫോഴ്സും NDRFും ഇറങ്ങിയിട്ട് അവര് ആ 4 പേര് ഏറ്റവും സേഫ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാറക്കഷ്ണങ്ങളും റിമൂവ് ചെയ്തു. മാത്രമല്ല, അവർ ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഹുക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നമ്മൾ വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു 30 ടൺ കപ്പാസിറ്റി വലിക്കാൻ പറ്റുന്ന ഒരു ക്രെയിൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് വെച്ചിട്ട് കെട്ടി വലിക്കാനാണ് നമ്മൾ നോക്കുന്നത്.